ഹായ് എവരിവൺ, വെൽക്കം ടു സമഗ്ര അക്കാദമി. അപ്പൊ നമ്മൾ HSC ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സിലബസ് പ്രകാരമുള്ള ടോപ്പിക് നോക്കുമ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂൾ 2 ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഈ ഒരു മൊഡ്യൂൾ തൊട്ട് എക്സ്ട്രാ പോയിന്റ്സ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിന് അഡീഷണൽ ആയിട്ട് നോക്കേണ്ട പോയിന്റ്സ് മൊഡ്യൂൾ ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സെപ്പറേറ്റ് പിന്നെ ടോപ്പിക് തരുന്നത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കണക്ഷൻ കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് മൊഡ്യൂൾ 2 മുതൽക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റ്സും കൂടെ തരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓരോ ടോപ്പിക്കിലുള്ള സിലബസിൽ നിന്നുകൊണ്ടുള്ള ടോപ്പിക്കുകൾ എടുത്തതിന് ശേഷം കൂടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള കണ്ടന്റ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ തന്നെ ട്രാൻസിയന്റ് കറന്റ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്കുകളൊക്കെയാണ് വരുന്നത്. സെമി കണ്ടക്ടർ ഫിസിക്സ് കയ്യിൽ വരുന്നുണ്ട്. അതായത് മൊഡ്യൂൾ 1 നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഫിസിക്സിൽ തന്നെ +1 ഉള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അത് തന്നെ ഏകദേശം ഒരു ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും മൊഡ്യൂൾ 1 പെട്ടിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും സിലബസിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഫസ്റ്റ് ചാപ്റ്റർ മുതൽക്ക് ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മൊഡ്യൂളായിരുന്നു മൊഡ്യൂൾ 1. ഇനി ഇത് അതുപോലെ തന്നെ +2 ടോപ്പിക്കുകൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അത് മുതൽക്ക് ലാസ്റ്റ് വരുന്ന സെമി കണ്ടക്ടർ ഫിസിക്സിന്റെ കുറച്ച് ടോപ്പിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 പറയുന്നത്. അപ്പോൾ സിലബസിൽ നിന്നുകൊണ്ട് ടോപ്പിക് കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ കൂടി കവർ ചെയ്ത് പോകാം. എന്നാലേ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അഡീഷണൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ സെപ്പറേറ്റ് ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ വരുന്നത് പഠിക്കുക. നമ്മൾ ഇന്ന് സിലബസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ഫസ്റ്റ് വരുന്ന ടോപ്പിക്. അതിൽ പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ടേം ആണ് ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ വൈദ്യുത ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ആ ഒരു ടേമും തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജ് അല്ലെ, സ്ഥിത വൈദ്യുതി നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ചാർജ് സ്റ്റാറ്റിക് ആണ്, ചാർജിന് മോഷൻ മൂവ്മെന്റ് വരുന്നില്ല, ചാർജ് മൊബൈൽ അല്ല, അത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, സ്റ്റാറ്റിക് ആണ്. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ കറന്റ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലൊക്കെ. പക്ഷെ ഇവിടെ ചാർജിന്റെ പ്രത്യേകത എന്താണ്? കറന്റ് സ്റ്റാറ്റിക് ആണ്. ഈ ചാർജ് സ്റ്റാറ്റിക് ആണ്. ചാർജ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന വേറൊരു ഫിസിക്സിന്റെ തന്നെ ബ്രാഞ്ച് ആയിട്ട് പോകും. ഇത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ്. നമുക്കറിയാം ചാർജ് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ചാർജ് അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ്. ചാർജ് എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്, അതായത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ചാർജിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലൈറ്റ് ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് പോസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിപ്പൽഷനും, നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ ബലമാണ് അവിടെ ഉണ്ടാവുക. അതാണ് സജാതീയ ചാർജുകൾ പരസ്പരം വികർഷിക്കുകയും വിജാതീയ ചാർജുകൾ പരസ്പരം ആകർഷിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇനി സ്വർണ്ണദള ഇലക്ട്രോസ്കോപ്പ് അല്ലെങ്കിൽ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്, അതെന്തിനാന്ന് വെച്ചാല് ഒരു വസ്തുവിലെ ചാർജിന്റെ അളവ് കണ്ടെത്താനുള്ള ഒരു ഉപകരണമാണ് എന്ത്? സ്വർണ്ണദള ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ലോഹദണ്ഡ് ഉണ്ടാവും അല്ലെങ്കിൽ മെറ്റൽ റോഡ് ഉണ്ടാവും. ആ മെറ്റൽ റോഡിന്റെ അറ്റത്ത് എന്തുണ്ടാവും? ഒരു ഗോൾഡ് ലീഫ് ഉണ്ടാവും. ഒരു ഗോൾഡിന്റെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു ലീഫ് പോലെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാണ്? ചാർജ് ചെയ്യപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു ചാർജ്, പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. ഇപ്പൊ ഈ ഫിഗറിൽ പോസിറ്റീവ് ചാർജ് ആണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. ഈ പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നിട്ട് ഈ ലോഹദണ്ഡിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. ഈ ലോഹദണ്ഡിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്താവും? ഈ ചാർജ് ഇവിടെ എത്തും, ഈ ലോഹദണ്ഡിൽ എത്തും. ഈ പോസിറ്റീവ് ചാർജ് അങ്ങനെ വന്ന് ഈ ഗോൾഡ് ലീഫിൽ എത്തും. അപ്പൊ ഈ ഇങ്ങനെ കിടക്കുന്ന ഗോൾഡ് ലീഫിന്റെ ഇവിടെയും പോസിറ്റീവ് ചാർജ് വരും, ഇവിടെയും പോസിറ്റീവ് ചാർജ് വരും. രണ്ടും ഒരേ ചാർജ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഗോൾഡ് ലീഫ് വികർഷിക്കും. അതായത് ഇങ്ങനെ നിൽക്കുന്ന ഗോൾഡ് ലീഫ് വികർഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇങ്ങനെ വികർഷിക്കുന്നതോടുകൂടി നമുക്ക് അവിടെ ഒരു ചാർജ് ഉണ്ട് എന്നത് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചാർജിന്റെ പ്രസൻസ് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ എത്രത്തോളം ആണ് അതിന്റെ
വികർഷിച്ച് നിൽക്കുന്നതിനനുസരിച്ച് ചാർജിന്റെ അളവ് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ചാർജിന്റെ അളവ് കണ്ടെത്താൻ അല്ലെങ്കിൽ ചാർജിന്റെ പ്രസൻസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ചാർജുകൾ എന്താന്ന് പറഞ്ഞു, രണ്ട് തരത്തിലുള്ള ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. സജാതീയ ചാർജുകൾ വികർഷിക്കുകയും വിജാതീയ ചാർജുകൾ ആകർഷിക്കുകയും ചെയ്യും. പിന്നെ എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്നും കൂടെ നമ്മളിപ്പോ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താന്നുള്ളത് നോക്കാം. ചാർജിന്റെ ക്വാണ്ടൈസേഷൻ, അതായത് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ടുള്ള ചാർജ് ഇ ഇല്ലേ, അതായത് ഇലക്ട്രോണിന്റെ ഒക്കെ ചാർജ് ആയിട്ടുള്ള 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചാർജ്, ഇലക്ട്രോണിന്റെ ഒക്കെ ചാർജിന്റെ പൂർണ്ണ ഗുണിതങ്ങളായിരിക്കും ചാർജസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ചാർജ്, ഒരു വസ്തുവിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലസ് ഓർ മൈനസ് ഇ എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അതായത് ഒരിക്കലും ഇതിന്റെ E/2 ഒരു വസ്തുവിന്റെ ചാർജ് E/2 ആയിട്ട് വരില്ല, 3E/4 ആയിട്ട് വരില്ല. പകരം എന്തേ വരുള്ളൂ, ഒന്നില്ലെങ്കിൽ 1E അല്ലെങ്കിൽ 2E 3E 4E അങ്ങനെ ഒരു വസ്തുവിന്റെ ടോട്ടൽ ചാർജ് വരുള്ളൂ. അല്ലാതെ ഒരിക്കലും അതിന്റെ പകുതിയായിട്ടോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടോ വരില്ല. അതാണ് പൂർണ്ണ ഗുണിതങ്ങളായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഈ N എന്ന് പറയുന്നത് നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. അത് 1 2 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പോൾ ചാർജ്, ഒരു വസ്തുവിന്റെ ചാർജ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിന്റെ ബേസിക് ചാർജിന്റെ പൂർണ്ണ ഗുണിതങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇന്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളമായിരിക്കും. ഇനി എന്താണ് കൂളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളം എന്ന് പറയുന്നത്. കൂളം എന്ന് പറഞ്ഞാൽ ചാർജിന്റെ യൂണിറ്റ് ആണ്. ചാൾസ് കൂളം എന്ന് പറഞ്ഞ ഒരാളാണ് അത് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ അയാളോടുള്ള ഒരു ബഹുമാനാർത്ഥാണ് ചാർജിന് കൂളം എന്നുള്ള പേര് യൂണിറ്റ് കൊടുത്തത്. അപ്പൊ ഇയാള് കണ്ടെത്തിയ ലോ ആണ് അല്ലെങ്കിൽ നിയമമാണ് ഇവിടെ പറയുന്നത്, കൂളോംസ് ലോ. അയാൾ എന്താ കണ്ടെത്തിയത്, രണ്ട് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം, അതായത് രണ്ട് ചാർജ് ഉണ്ട്, Q1 Q2. Q എന്നുള്ളതാണ് ചാർജിന്റെ ലെറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അങ്ങനെ രണ്ട് ചാർജുകൾ ഉണ്ട്. ഇപ്പൊ പോസിറ്റീവ് രണ്ടും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ബലമായിരിക്കും ഉണ്ടാവുക, അവിടെ വികർഷണ ബലമായിരിക്കും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെന്നുണ്ടെങ്കിലോ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആകർഷണ ബലം ഉണ്ടാവും. എന്തായാലും ചാർജ് എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് തമ്മിൽ എന്തുണ്ടാവും, ഒരു ബലം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ രണ്ട് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം ചാർജുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും, അപ്പൊ അവ തമ്മിൽ ഉണ്ടാവുന്ന ബലം എന്ന് പറയുന്നത് ചാർജുകളുടെ ഗുണനഫലം, അതായത് Q1 ഇൻറ്റു Q2 ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അവ തമ്മിലുള്ള അകലത്തിന്റെ, പിന്നെ എന്തും കൂടെ പറയുന്നുണ്ട്, അവ തമ്മിലുള്ള അകലം ഒരു R ആണ് ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. അകലത്തിന്റെ വർഗത്തിന് വിപരീതാനുപാതത്തിലും, വിപരീതാനുപാതം എന്ന് പറയുമ്പോൾ 1/, എടുക്കണം. പിന്നെ എന്തിനോടാണ് വിപരീതാനുപാതം, അകലത്തിന്റെ വർഗം. അപ്പൊ R-ന്റെ സ്ക്വയറിനോട് വിപരീത അനുപാതത്തിലും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ടും കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2/R² എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ട്. എന്നീ രണ്ട് ചാർജുകൾ 6 അകലത്തിലാണ് വിന്യസിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ബലത്തെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റി നമ്മൾ ഇക്വാലിറ്റി സൈൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു കോൺസ്റ്റന്റ് എഴുതണം അല്ലെ, Q1 Q2/R². അപ്പൊ ഈ കോൺസ്റ്റന്റ് എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് Q1 Q2/R². Kന്റെ വാല്യൂ, ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1/4πε0 ആണ്. അതായത് 9 × 10⁻⁹ Nm²/കൂളം സ്ക്വയർ ആണ് Kന്റെ വാല്യൂ എന്ന് പറയുന്നത്, 9 × 10⁻⁹. അപ്പൊ ഫോഴ്സ്, രണ്ട് ചാർജുകൾക്കിടയിലെ ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁻⁹ Q1 Q2/R² ആണ്. ഇനി ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയാണ് നമ്മൾ ε0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പെർമിറ്റിവിറ്റി, ശൂന്യതയുടെ പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ 8.85 × 10⁻⁻12.
അപ്പൊ കെയുടെ വാല്യൂ 9 ഇൻറ്റു 10⁻9. എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.85 ഇൻറ്റു 10⁻−12. ഇതാണ് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ബലം കാണാനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷനിൽ കെ എന്ന് പറയുന്നത് 1/4πε0 ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് എഗെയിൻ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും, അല്ലെങ്കിൽ ശൂന്യതയുടെ പെർമിറ്റിവിറ്റി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ കെന്റെ വാല്യൂം കൂടെ കൊടുത്ത് നമുക്ക് ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ബലത്തെ നമുക്ക് ഒന്നും കൂടെ വൃത്തിക്ക് എങ്ങനെ എഴുതാം? എഫ് എന്ന് പറയുന്നത് സദിശ അളവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു ആരോ മാർക്ക് വെച്ച് സൂചിപ്പിക്കാം. 1/4πε0 Q1 Q2/r² എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. രണ്ട് ചാർജുകൾ r ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ആകർഷണം അല്ലെങ്കിൽ വികർഷണ ബലം കാണാനുള്ള സമവാക്യം 1/4πε0 Q1 Q2/r² ആണ്. എന്താണ് 1/4πε0 Q1 Q2/r²? ഇത് ഡയറക്റ്റ് സമവാക്യമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കൂളംസ് ലോന്റെ സമവാക്യം എന്താന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. രണ്ട് ചാർജുകൾ തന്നിട്ട് അവയ്ക്കിടയിലെ ഡിസ്റ്റൻസും തന്നിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ കൂടിയാണ് കൂളംസ് ലോ എന്ന് പറയുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി Q2 ചാർജിൽ Q1 ചാർജ് ചെലുത്തുന്ന ബലം, അതായത് Q2 Q1 ഇങ്ങനെ രണ്ട് ചാർജ് ഉണ്ട്. അപ്പോ ഇതിന്റെ മുകളിലും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, Q1 Q2ന്റെ മുകളിലും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ. Q2 ചാർജില് Q1 ചെലുത്തുന്ന ബലം നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന ബലം എന്തായിരിക്കും? F = 1/4πε0 Q1 Q2/r². പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബലം എന്നത് സദിശ അളവാണ്. അതുകൊണ്ട് തന്നെ അതിന് ഡയറക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡയറക്ഷൻ നമ്മൾ കാണിക്കണം. ആ ഡയറക്ഷൻ r എന്നുള്ള വെക്ടറിന്റെ ഫോമിലാണ് നമ്മൾ കാണിക്കുക. അതെന്തായിരിക്കും? 2 ചാർജിൽ Q1 ചാർജ് ചെലുത്തുന്ന ബലത്തിൽ നമ്മൾ 21 R21 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ F21 സെക്കൻഡ് ചാർജിന് മുകളിൽ ഫസ്റ്റ് ചാർജ് ഉളവാക്കുന്ന ബലം റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. പക്ഷെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ സെക്കൻഡ് ചാർജിന്റെ മുകളിൽ ഫസ്റ്റ് ചാർജ് ഉണ്ടാക്കുന്ന ബലം, അല്ലെങ്കിൽ സെക്കൻഡ് ചാർജിന്റെ മുകളിൽ ഫസ്റ്റ് ചാർജ് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ്, അത് വെച്ചിട്ട് വേണം നമുക്ക് അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ. ഇനി നേരെ തിരിച്ച് Q1 ചാർജിൽ Q2 ചാർജ് ചെലുത്തുന്ന ബലമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒന്നിന്റെ മുകളിൽ രണ്ടാമത്തെ ചാർജ് ഉണ്ടാക്കുന്ന ബലം, അതുകൊണ്ട് F12 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ബേസിൽ നമ്മൾ അതിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ R12 എന്ന് റെപ്രസെന്റ് ചെയ്യും. മാഗ്നിറ്റ്യൂഡിന് മാറ്റില്ല, മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതായത് Q1ഉം Q2 രണ്ട് ചാർജ് Q1 Q2ന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശ ഇങ്ങനെയും Q2 Q1ന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശ ഇങ്ങനെയായിരിക്കും. അതായത് രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്നുണ്ടെങ്കിലും അവ തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ഷനിൽ. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ പറയും. അതുകൊണ്ട് നമുക്ക് ഇവ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? F21 = -F12. ഇത് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? ന്യൂട്ടന്റെ മൂന്നാം നിയമത്തിൽ കണ്ടിട്ടുണ്ട്. മൂന്നാം ചലന നിയമം എന്ന് പറയുന്നത് എന്താ? ഫോർ എവരി ആക്ഷൻ, ഏതൊരു ബലത്തിനും അതിന് തുല്യവും വിപരീതവുമായ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമപ്രകാരം പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത്. -F21 F12 = -F21 എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കൂളംസ് ലോ പ്രകാരം നമുക്ക് എന്ത് കാണാൻ പറ്റി? F21 = -F12 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കൂളോം നിയമം ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തോട് യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒബേ ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റി. ഇവിടെ ഇങ്ങനെ ഡയറക്ഷൻ എടുക്കാൻ കാരണം ബലം എന്നത് പറയുന്നത് സദിശ അളവായതുകൊണ്ടാണ്. സദിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഡയറക്ഷൻ സൂചിപ്പിക്കേണ്ടപ്പോ ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ നേരെ എതിർ ദിശയിലായിരിക്കും അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് അത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം യോജിക്കുന്നു എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് വൈദ്യുത മണ്ഡലം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ചാർജ്, ആ ചാർജുകൾ തമ്മിൽ ഒരു ബലമുണ്ട്.
അതിനെയാണ് നമ്മൾ കൂളംസ് ലോ പ്രകാരം കണ്ടെത്തിയത്. അത് F ഈക്വൽ ടു 1/4πε0 Q1 Q2/r² ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇനി ഒരു ചാർജിന് ചുറ്റും വിദ്യുത് ബലം, അതിന്റെ ആ ഒരു ബലം അനുഭവപ്പെടുന്ന മേഖലയാണ് വൈദ്യുത മണ്ഡലം. അതായത് ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഒരു പ്രസൻസ്, ആ ചാർജിന്റെ ഒരു പ്രസൻസ് അനുഭവപ്പെടുന്ന മേഖല ഉണ്ടല്ലോ, ആ വിദ്യുത് ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ആ ഒരു മേഖല ഉണ്ടല്ലോ, അതിനെയാണ് വൈദ്യുത മണ്ഡലം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഒരു ചാർജിന് ചുറ്റും എന്തുണ്ടായിരിക്കും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ചാർജിന്റെ അല്ലെങ്കിൽ ചാർജ് ഉണ്ടാക്കുന്ന ബലത്തിന്റെ ബലം അനുഭവപ്പെടുന്ന ഏരിയ. ഇപ്പൊ Q1 Q2 എന്നുള്ള രണ്ട് ചാർജ് വെച്ച് കഴിഞ്ഞ് ഇവ തമ്മിലുള്ള ഒരു ബലം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ Q2 Q1ന്റെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ബലം ഏത് പ്രദേശം വരെയാണോ അല്ലെങ്കിൽ ഏത് മേഖല വരെയാണോ ഉള്ളത്, ആ ഒരു മേഖലയെയാണ് വൈദ്യുത മണ്ഡലം എന്ന് പറയുന്നത്. ഈ Q2 എന്നുള്ള ചാർജ് Q1ന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബലം ഒരു പക്ഷേ ഈ ഒരു പോയിന്റിലൊന്നും അനുഭവപ്പെട്ടോളണമെന്നില്ല. അപ്പൊ ഇത് എന്തിൽ പെടുന്നില്ല, ഈ ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ വൈദ്യുത മണ്ഡലത്തിൽ പെടുന്നില്ല. എന്നാൽ ഒരു പക്ഷേ ഈ ഒരു മേഖലയിലൊക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്, ഈ Q2 Q1ന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ വൈദ്യുത ബലം അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഈ മേഖലയിൽ, കാണിച്ച മേഖലയിൽ മൊത്തം. അതുകൊണ്ട് ഇതെന്താണ്, അതിന്റെ വൈദ്യുത മണ്ഡലം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ചാർജിന് ചുറ്റും ആ വിദ്യുത് ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖല, അതാണ് വൈദ്യുത മണ്ഡലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഫീൽഡ്. ഇനി നോക്കൂ, നമുക്ക് ഫോഴ്സ്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയും ഇലക്ട്രിക് ഫീൽഡിനെയും എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോണത്. ഇപ്പൊ Q അതായത് Q1 Q2 എന്നുള്ളതിന് പകരം സ്മോൾ Q ക്യാപിറ്റൽ Q എടുത്തു എന്നേ ഉള്ളൂ. എന്നീ ചാർജുകൾ R അകലത്തിലായിരിക്കുന്ന സമയത്ത്, ഇവ തമ്മിലുള്ള ചാർജ് R ആണ്, അകലത്തിലായിരിക്കുമ്പോൾ അതിനിടയിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നേരത്തെ, F ഈക്വൽ ടു 1/4πε0 Q*Q/r². ഇനി ഇതില് ഈ സ്മോൾ Q എന്ന് പറയുന്നത് ഒരു കൂളം ആണെന്ന് വിചാരിക്കുക. അത് ഒരു കൂളം ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, 1/4πε0 Q/r² ആയിട്ട് മാറും. അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മേൽ മറ്റൊരു ചാർജ് പ്രയോഗിക്കുന്ന ബലമാണ് വൈദ്യുത മണ്ഡല തീവ്രത. അതായത് രണ്ട് ചാർജുകൾക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനെയാണ് നമ്മൾ വിദ്യുത് ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിലൊരു ചാർജ് ഒരു കൂളമാണ് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതായത് ഒരു കൂളം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂളം ചാർജിന്റെ മുകളിലാണ് ഈ Q എന്നുള്ള ചാർജ് ബലം പ്രയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ അതിനെ വൈദ്യുത മണ്ഡല തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് പറയാറ്. അതിലൊരു ചാർജ് 1 കൂളം ആണെന്നുണ്ടെങ്കിൽ ആ 1 കൂളം ചാർജിന് മേൽ മറ്റൊരു ചാർജ് പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ വൈദ്യുത മണ്ഡല തീവ്രത എന്ന് പറയും. അതായത് ഈ ഫോഴ്സിന്റെ ഇക്വേഷനിൽ ഈ Q1 ആയിരിക്കും. അതായത് ആ Q എഴുതേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ പക്ഷേ E എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് എഴുതാറ്. 1/4πε0 Q/r² എന്ന് വരും. അതായത് ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്ന് Q കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അതാണ് എഴുതിയിട്ടുള്ളത്. F/Q ആണ് E, അല്ലെങ്കിൽ F എന്ന് പറയുന്നത് QE. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ഇതിന് ഡെഫിനേഷൻ എങ്ങനെ ഇതിന് പറയാൻ പറ്റുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈദ്യുത മണ്ഡല തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ചാർജിനുമേൽ ആക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ചാർജിന് അനുഭവപ്പെടുന്ന വൈദ്യുത ബലം, ചാർജിനുമേൽ പ്രയോഗിക്കുന്ന ബലം, അതാണ് എന്ത്, വൈദ്യുത മണ്ഡല തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ബലത്തെ നമ്മൾ അതിൽ തന്നെ ഒരു ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് എന്ത്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളായി ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പഠിച്ചു. സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിതമായിട്ടുള്ള ചാർജുകളെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്.
അതിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നതാണ്. ഇലക്ട്രിക് ചാർജ് എന്താന്നുള്ളത് നമുക്ക് നല്ലപോലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. അതൊരു സദിശ അളവാണ്. പിന്നെ ചാർജുകളുടെ അളവ് കണ്ടെത്താൻ അല്ലെങ്കിൽ ചാർജിന്റെ പ്രസൻസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ചാർജ്, ഒരു വസ്തുവിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജിന്റെ പൂർണ്ണ ഗുണിതങ്ങളായിരിക്കും ഒരു വസ്തുവിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അത് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NA ആണ്. ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ Qവും ഒരു വസ്തുവിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് പറഞ്ഞ് ചോദിക്കാം. പിന്നെ ഇലക്ട്രോണിന്റെ ചാർജ് എന്താന്ന് ചോദിക്കാം. ഇത്രയും ചോദ്യങ്ങൾ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ചാർജിന്റെ ക്വാണ്ടൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് കൂളംസ് ലോ എന്ന് പറഞ്ഞതാണ് നമ്മൾ നോക്കിയത്. കൂളംസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ചാർജുകൾ R ഡിസ്റ്റൻസിൽ നിൽക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിൽ ഉണ്ടാവുന്ന ബലത്തെയാണ് കൂളംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് വിദ്യുത് ബലം എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ തന്നെ പഠിച്ചോളാം. എന്നാൽ പിന്നെ കെന്റെ വാല്യൂ എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവില്ല. ഈ ഒരു എക്സ്പ്രഷൻ തന്നെ പഠിച്ചോളാം. അതായത് F ഈക്വൽ ടു 1/4πε0 Q1 Q2/R². രണ്ട് ചാർജുകൾ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ε0ന്റെ വാല്യൂ 8.85 × 10⁻⁻12. അല്ലാന്നുണ്ടെങ്കിൽ ഈ 1/4πε0ന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ആണെന്ന് ഓർത്ത് വെച്ചാലും മതി. ഇതായിരിക്കും ഒന്നും കൂടെ എളുപ്പം. 9 × 10⁻9. അപ്പോ F ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? F ഈക്വൽ ടു 9 × 10⁻9 × Q1 Q2/R² എന്നതാണ്. മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ സദിശ അളവാണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. പക്ഷെ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന സമയത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടാൽ മതിയാവും. ഡയറക്ഷൻ ചോദിച്ചാൽ മാത്രം കണ്ടെത്തിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ മതിയായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏത് ചാർജിന്റെ മുകളിൽ ഏത് ചാർജാണ് ബലം പ്രയോഗിക്കുന്നത് അനുസരിച്ചായിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ ചാർജിന്റെ മുകളിൽ ഒന്നാമത്തെ ചാർജ് ചെലുത്തുന്ന ബലമാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിത്ത് ഡയറക്ഷൻ നമ്മൾ അതിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. നേരെ തിരിച്ചാണെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതായത് ന്യൂട്ടന്റെ മൂന്നാമത്തെ നിയമത്തോട് യോജിക്കുന്നുണ്ട്. ഇനി ഒരു ചാർജിന് ചുറ്റും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന മേഖല, അല്ലെങ്കിൽ വിദ്യുത് ബലം അനുഭവപ്പെടുന്ന മേഖലയെയാണ് നമ്മൾ വൈദ്യുത മണ്ഡലം എന്ന് പറയുന്നത്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് വൈദ്യുത മണ്ഡലവും അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഈ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ ഫോഴ്സ് പെർ ചാർജ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഫോഴ്സ് പെർ ചാർജ്, അല്ലെങ്കിൽ ഒരു ചാർജിന്റെ യൂണിറ്റ് ചാർജിന്റെ മുകളിൽ ഉണ്ടാവുന്ന പ്രയോഗിക്കപ്പെടുന്ന വിദ്യുത് ബലം, അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചിട്ടും അവയുടെ പ്രത്യേകതകളെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ വരുന്ന ബാക്കി ടോപ്പിക്കുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നല്ലപോലെ പ്രിപ്പയർ ആയിട്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലുള്ള കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ പെൻഡിങ് വെക്കാതെ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് തന്നെ ഈ ക്ലാസ് കണ്ടു തീർക്കുക. അതിന്റെ കൂടെ തന്നെ മൊഡ്യൂൾ 1 റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് വീക്കിൽ മൊഡ്യൂൾ 1ന്റെ ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മൊഡ്യൂൾ 1 പഠിക്കുക, അതിന്റെ കൂടെ തന്നെ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. താങ്ക് യു.